ഒന്ന് ദിനവൃത്താന്തം അധ്യായം 10. ഫിലിസ്തീയർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. പിന്തിരിഞ്ഞോടിയ ഇസ്രായേലിയർ ഗിൽബോവ മലയിൽ വച്ച് വധിക്കപ്പെട്ടു. ഫിലിസ്തീയർ സാവോളിനെയും പുത്രന്മാരെയും പിന്തുടർന്ന് ജോനാഥാൻ, അബിനാദാബ്, മെൽക്കിഷുവ എന്നിവരെ വധിച്ചു. സാവൂളിനു ചുറ്റും യുദ്ധം രൂക്ഷമായി. വില്ലാളികൾ അവനെ അമ്പെയ്ത് മുറിപ്പെടുത്തി. സാവൂൾ തന്റെ ആയുധവാഹകനോട്, ഈ അപരിച്ഛേദിതർ എന്നെ അപമാനിക്കാതിരിക്കാൻ വാളൂരി എന്നെ കൊല്ലുക എന്ന് പറഞ്ഞു. ഭയചകിതനായ ആയുധവാഹകൻ അത് ചെയ്തില്ല. സാവൂൾ തന്റെ വാളെടുത്ത് അതിന്മേൽ വീണു. സാവൂൾ മരിച്ചെന്ന് കണ്ട ആയുധവാഹകനും വാളിന്മേൽ വീണു മരിച്ചു. അങ്ങനെ സാവൂളും 3 മക്കളും കുടുംബം മുഴുവനും ഒരുമിച്ച് മരിച്ചു. സൈന്യം പലായനം ചെയ്തെന്നും സാവൂളും പുത്രന്മാരും മരിച്ചെന്നും കേട്ടപ്പോൾ താഴ്വരയിൽ വസിച്ചിരുന്ന ഇസ്രായേലിയർ തങ്ങളുടെ നഗരങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. ഫിലിസ്തീയർ അവിടെ വാസമുറപ്പിച്ചു. അടുത്ത ദിവസം കൊല്ലപ്പെട്ടവരെ കൊള്ളയടിക്കാൻ ഫിലിസ്തീയർ വന്നപ്പോൾ സാവൂളും പുത്രന്മാരും ഗിൽബോ മലയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവർ അവന്റെ വസ്ത്രം ഉരിഞ്ഞു, തല വെട്ടിയെടുത്തു, ആയുധങ്ങളും കരസ്ഥമാക്കി. തങ്ങളുടെ വിഗ്രഹങ്ങളെയും ജനത്തെയും ഈ സദ്വാർത്ത അറിയിക്കാൻ ദൂതന്മാരെ അയച്ചു. അവന്റെ ആയുധങ്ങൾ അവർ തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. ശിരസ് ദാഗോന്റെ ക്ഷേത്രത്തിൽ തൂക്കിയിട്ടു. ഫിലിസ്തീയർ സാവൂളിനോട് പ്രവർത്തിച്ചത് യാബേഷ് ഗിലെയാദിലുണ്ടായിരുന്നവർ കേട്ടു. അവരിൽ ധീരന്മാരായവർ ചെന്ന് സാവൂളിന്റെയും മക്കളുടെയും മൃതദേഹങ്ങൾ യാബേഷിലേക്ക് കൊണ്ടുവന്നു. അസ്ഥികൾ യാബേഷിലെ ഓക്കുമരത്തിന്റെ ചുവട്ടിൽ സംസ്കരിച്ചു. അവർ 7 ദിവസം ഉപവസിച്ചു. അവിശ്വസ്തതയാണ് സാവൂളിന്റെ മരണത്തിന് കാരണം. അവൻ കർത്താവിന്റെ കൽപ്പന ലംഘിക്കുകയും ആഭിചാരക്കാരന്മാരുടെ ഉപദേശം നേടുകയും ചെയ്തു. സാവൂൾ കർത്താവിന്റെ ഹിതം അന്വേഷിച്ചില്ല. അവിടുന്ന് അവനെ വധിച്ചു. രാജ്യം ജസ്സയുടെ മകൻ ദാവീദിനെ ഏൽപ്പിച്ചു. 1 ദിനവൃത്താന്തം അധ്യായം 11. ഇസ്രായേലിയർ ഹെബ്രോണിൽ ദാവീദിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടി പറഞ്ഞു, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ്. മുൻപ് സാവൂൾ രാജാവായിരുന്ന കാലത്തും നീയാണ് ഇസ്രായേലിനെ നയിച്ചത്. നീ എന്റെ ജനമായ ഇസ്രായേലിന് ഇടയനും രാജാവുമായിരിക്കുമെന്ന് കർത്താവ് നിന്നോട് അരുളി ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ശ്രേഷ്ഠന്മാർ ഹെബ്രോണിൽ രാജാവിന്റെ അടുക്കൽ വന്നു. കർത്തൃസന്നിധിയിൽ ദാവീദ് അവരോട് ഉടമ്പടി ചെയ്തു. സാമുവേലിലൂടെ കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് അവൻ ദാവീദിനെ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്തു. അനന്തരം ദാവീദും ഇസ്രായേലിലും ജെറുസലേമിലേക്ക് പോയി. ജബൂസ് എന്നാണ് ജെറുസലേം അറിയപ്പെട്ടിരുന്നത്. അവിടുത്തെ നിവാസികൾ ജബൂസ്യർ എന്നും. നീ ഇവിടെ കടക്കുകയില്ല എന്ന് ജബൂസ്യർ ദാവീദിനോട് പറഞ്ഞു. എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്തു. അതാണ് ദാവീദിന്റെ നഗരം. ദാവീദ് പറഞ്ഞു, ജബൂസ്യരെ ആദ്യം നിഹനിക്കുന്നവൻ മുഖ്യ സേനാനായകനായിരിക്കും. സെരൂയായുടെ മകൻ യോവാബ് ആദ്യം കയറി ചെന്നു അവനെ സേനാനായകനാക്കുകയും ചെയ്തു. സിയോൻ കോട്ടയിൽ ദാവീദ് താമസിച്ചതിനാൽ അതിന് ദാവീദിന്റെ നഗരം എന്ന് പേര് വന്നു. പിന്നെ അവൻ നഗരത്തെ മില്ലോ മുതൽ ചുറ്റും പണിതുയർപ്പിച്ചു. നഗരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ യോവാബ് പുനരുദ്ധരിച്ചു. സൈന്യങ്ങളുടെ കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രാബല്യം നേടി. കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് ദാവീദിനെ ഇസ്രായേലിൽ രാജാവാക്കാൻ ജനത്തോടൊപ്പം സഹായിച്ച യോദ്ധാക്കളിൽ പ്രമുഖർ, 3 പ്രമുഖനും ഹക്മോന്യനുമായ യഹോശാബായാം. അവൻ 3 പേരെ ഒരുമിച്ച് കുന്തം കൊണ്ട് കൊന്നു. 3 രണ്ടാമൻ അഹോഹ്യനായ ദോദോയുടെ പുത്രൻ എലയാസർ. ഫിലിസ്തീയർ പദ്മമേസിൽ അണിനിരന്നപ്പോൾ അവൻ ദാവീദിനോടുകൂടെ ഒരു ബാർലി വയലിലായിരുന്നു. ജനം ഫിലിസ്തീയരുടെ മുൻപിൽ നിന്ന് ഓടിക്കളഞ്ഞു. എന്നാൽ അവൻ വയലിന്റെ മധ്യത്തിൽ നിന്ന് അത് കാക്കുകയും ഫിലിസ്തീയരെ വെട്ടുവീഴ്ത്തുകയും ചെയ്തു. കർത്താവ് ഒരു വൻ വിജയം നൽകി അവരെ രക്ഷിച്ചു. ഫിലിസ്തീയർ റഫായിം താഴ്വരയിൽ കൂടാരമടിച്ചപ്പോൾ 30 തലവന്മാരിൽ 3 പേർ അതുല്ലാം ഗുഹയിൽ ദാവീദിന്റെ അടുത്തേക്ക് ചെന്നു. ദാവീദ് സുരക്ഷിത സങ്കേതത്തിലായിരുന്നു. ഫിലിസ്തീയരുടെ പട്ടാളം ബേത്ലഹേമിൽ പാളയമടിച്ചു. ദാവീദ് ആർത്തിയോട് ചോദിച്ചു, ബേത്ലഹേം വാതിൽക്കലെ കിണറ്റിൽ നിന്ന് ആരെനിക്ക് വെള്ളം കുടിക്കാൻ കൊണ്ടുവരും? ആ 3 പേർ ഉടനെ ഫിലിസ്തീയരുടെ പാളയത്തിലൂടെ കടന്ന് ബേത്ലഹേം പട്ടണവാതിൽക്കലിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന് കുടിക്കാൻ കൊണ്ടുവന്നു.
ദാവീദ് അത് കുടിക്കാതെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാനിത് ചെയ്യാനിടയാകാതിരിക്കട്ടെ. ഞാൻ ഇവരുടെ ജീവരക്തം കുടിക്കുകയോ? പ്രാണൻ പണയം വെച്ചാണല്ലോ അവർ ഇത് കൊണ്ടുവന്നത്. അത് കുടിക്കാൻ അവന് മനസ്സ് വന്നില്ല. 3 യോദ്ധാക്കൾ ചെയ്ത കാര്യമാണിത്. യോവാമിന്റെ സഹോദരൻ അബിഷായി ആയിരുന്നു 30 പേരിൽ പ്രമുഖൻ. അവൻ 300 പേരെ ഒന്നിച്ച് കുന്തം കൊണ്ട് വധിച്ചു. ഇവനും മൂവർക്കും പുറമെ കീർത്തിമാനായി. അവൻ 30 പേരിൽ ഏറ്റവും പ്രശസ്തനും അവരുടെ അധിപനുമായിരുന്നു. എന്നാൽ അവൻ മൂവരോടൊപ്പം എത്തിയില്ല. കബ്സലാക്കാരനും പരാക്രമശാലിയും യഹോയാദായുടെ പുത്രനുമായ ബനായ വീരകൃത്യങ്ങൾ ചെയ്യുന്നവനാണ്. അവൻ മോവാബിലെ 2 ധീരന്മാരെ വധിച്ചതിനു പുറമെ മഞ്ഞുകാലത്ത് ഒരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെയും കൊന്നു. 5 മുഴം ഉയരമുള്ള ദീർഘകായനായ ഒരു ഈജിപ്തുകാരനെയും അവൻ സംഹരിച്ചു. ഈജിപ്തുകാരന്റെ കയ്യിൽ നെയ്ത്തുകാരന്റെ ഓടം പോലുള്ള ഒരു കുന്തമുണ്ടായിരുന്നു. ബനായ ഒരു വടിയുമായി അവനെ സമീപിച്ച് കുന്തം പിടിച്ചു പറിച്ച് അതുകൊണ്ട് തന്നെ അവനെ സംഹരിച്ചു. ഇവയെല്ലാം യഹോയാദായുടെ മകൻ ബനായ ചെയ്തതാണ്. അവനെ പരാക്രമശാലികളായ മൂവർക്ക് പുറമെ അവനും പ്രശസ്തനായി. അവൻ 30 പേർക്കിടയിൽ കീർത്തിമാൻ ആയിരുന്നെങ്കിലും മൂവരോടുമൊപ്പം എത്തിയില്ല. ദാവീദ് അവനെ അംഗരക്ഷകരിൽ ഒരാളായി നിയമിച്ചു. സൈന്യത്തിലെ രണശൂരന്മാർ: യോവാബിന്റെ സഹോദരൻ അഹസേൽ, ബെത്ലഹേംകാരൻ ദോദോയുടെ പുത്രൻ എൽഹനാൻ, ഹരോദിലെ ഷെമ്മോത്ത്, പേലാന്യനായ ഹെലസ്, തെക്കോവായിലെ ഇക്കോഷിന്റെ മകൻ ഈരാം, അനാത്തോത്തിലെ അബിയേസർ, ഹുഷിത്യൻ സിബിക്കായി, അഹോഹ്യൻ ഈലായി, നെത്തോഫാലിലെ മഹാറായി, നെത്തോഫാലിലെ ബനായുടെ മകൻ ഹെലദ്, ബെഞ്ചമിന്റെ ഗിദയായിലെ റിബായുടെ മകൻ ഇത്താറി, പിറോത്തിലെ ബനായ, ഗഷ് അരൂവിയിലെ ഹുറുയി, അർബാത്യനായ അബിയേൽ, ബഹ്റൂമിന്റെ അസ്മലവത്ത്, ഷാൻബോയിലെ എലിയാബ, ഗിനേസിയനായ ഹാഷേം, ഹാരാറിലെ ഷാഗിന്റെ മകൻ ജോനാദാൻ, ഹാരാറിലെ സാഖറിന്റെ മകൻ അഹിയാം, ഊറിന്റെ മകൻ എലിയാഫാൽ, മെറോഖ്യത്തിനായ ഫേഫർ, പേലോന്യനായ അഹിയ, കാർമെലിലെ ഹെസ്രോ, എസ്ബായിയുടെ മകൻ നാരായ്, നാഥാന്റെ സഹോദരൻ ജോയേൽ, ഹഗ്രിയുടെ മകൻ മിബ്ബഹാർ, അമ്മോന്യനായ സേലഹ്, സെരൂയായുടെ മകനായ യോവാബിന്റെ ആയുധവാഹകനും ബേറോത്തുകാരനുമായ നഹ്റായി, ഇത്രായരായ ഈരായും ഗാരബും, ഹിത്യനായ ഊറിയ, അഹ്ലയായുടെ മകൻ സാബാഗ്, റൂബൻ ഗോത്രജനായ ഷിഫ്സായുടെ മകനും റൂബൻ ഗോത്രത്തിലെ ഒരു നേതാവുമായ അബീനായും കൂടെ 30 പേരും. മാഖായുടെ പുത്രൻ ഹാനാൻ, മിത്കാനനായ യോഷഫാത്ത്, അഹ്റേത്തുകാരനായ ഉസിയ, അരോവറയിൽ നിന്നുള്ള ഹോമാത്തിന്റെ പുത്രന്മാർ ഷാമ, ജയിയേൽ, ഷിമിയുടെ മകൻ യയാദിയേൽ, അവന്റെ സഹോദരൻ തിസ്യനായ യോഹ, മൊഹാവിയനായ എലിയേൽ, എൽനാമിന്റെ പുത്രന്മാരായ എറിബായ്, യോഷാവിലെ മൊവാബിനായ ഇത്മ, എലയേൽ, ഓബദ്, മെസോബ്യനായ യസിയേൽ. 1 ദിനവൃത്താന്തം അധ്യായം 12. കിഷിന്റെ മകൻ സാവൂൾ നിമിത്തം സിക്ലാഗിൽ ഒളിച്ചു പാർക്കുമ്പോൾ ദാവീദിന്റെ പക്ഷം ചേർന്ന് യുദ്ധത്തിൽ അവനെ സഹായിച്ച യോദ്ധാക്കളാണ് താഴെ പറയുന്നവർ. 2 കൈയും കൊണ്ട് കല്ലെറിയാനും അമ്പെയ്യാനും സമർത്ഥരായ ഈ വില്ലാളികൾ ബെഞ്ചമിൻ ഗോത്രജരും സാവൂളിന്റെ ചാർച്ചക്കാരുമായിരുന്നു. അഹിയേസർ ആയിരുന്നു നേതാവ്, രണ്ടാമൻ യോവാഷ്. ഇവർ ഗിബിയാക്കാരനായ ഷേമായുടെ പുത്രന്മാരാണ്. അവരുടെ കൂടെ അസ്മവാത്തിന്റെ പുത്രന്മാരായ യസിയേലും പേലേത്തും, ബറാഖ, അനാത്തോത്തിലെ യേഹു. 30 പേരിൽ ധീരനും അവരുടെ നായകനുമായ ഗിബയോൻകാരനായ ഇഷ്മായ, ജെറമിയ, യഹസിയേൽ, യോഹനാൻ, ഗദറാക്കാരൻ യോസെബാബ്, എലുയായി, യെറിമോത്ത്, ബയാലിയ, ഷെമാറിയ, ഹസൂറിയ, ഷെഫാത്തിയ, കൊറീഹ്യരായ എൽഖാന, ഇഷിയ, അസറയേൽ, യോവരേർ, യഹോഷാബാം, ഗദറോരിലെ ജറോഹാമിന്റെ പുത്രന്മാരായ യോവാല, സബാദായ,
ദാവീദ് മരുഭൂമിയിലെ കോട്ടയിൽ ഒളിച്ചു താമസിക്കുമ്പോൾ ഗാദ് വംശജരും ശക്തരും പരിചയസമ്പന്നരും പരിചയും കുന്തവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിൽ സമർത്ഥരും ആയ യോദ്ധാക്കൾ അവന്റെ പക്ഷം ചേർന്നു. സിംഹത്തെ പോലെ ഉഗ്രദൃഷ്ടിയുള്ള അവർ മലയിലെ മാൻപേടയെ പോലെ വേഗമുള്ളവരായിരുന്നു. അവർ സ്ഥാനക്രമത്തിൽ ഏസർ, ഒബാദിയ, എലിയാബ്, മിഷ്മാന, ജെറമിയ, അത്തായ്, എലിയേൽ, യോഹന്നാൻ, എൽസാബ്, ജെറമിയ, മക്ബന്നായി, ഗാദ് ഗോത്രജരായ ഇവർ സേനാനായകന്മാരായിരുന്നു. ഇവർ സ്ഥാനക്രമം അനുസരിച്ച് ശതാധിപന്മാരും സഹസ്രാധിപന്മാരുമായിരുന്നു. ജോർദാൻ നദി കരകവിഞ്ഞൊഴുകുന്ന ആദ്യ മാസത്തിൽ മറുകര കടന്ന് താഴ്വരയിൽ ഉള്ളവരെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തുരത്തിയവർ ഇവരാണ്. ബെഞ്ചമിൻ, യൂദാ ഗോത്രങ്ങളിലെ ചിലർ ദാവീദ് വസിച്ചിരുന്ന ദുർഗത്തിലേക്ക് ചെന്നു. അവൻ അവരെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിക്കാൻ സ്നേഹപൂർവ്വം വന്നതാണെങ്കിൽ എൻ്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും. ഞാൻ നിർദോഷനായിരിക്കെ നിങ്ങൾ ശത്രുപക്ഷം ചേർന്ന് എനിക്ക് കെണിവെച്ചാൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിങ്ങളെ ശിക്ഷിക്കും. അപ്പോൾ 30 പേരുടെ തലവനായ അമസായി ആത്മാവിനാൽ പ്രേരിതനായി പറഞ്ഞു, ദാവീദേ, ഞങ്ങൾ നിന്റേതാണ്. ജസ്സയുടെ പുത്ര, ഞങ്ങൾ നിന്നോടുകൂടെയാണ്. സമാധാനം, നിനക്ക് സമാധാനം, നിന്റെ സഹായകർക്കും സമാധാനം. നിന്റെ ദൈവം നിന്നെ സഹായിക്കുന്നു. ദാവീദ് അവരെ സ്വീകരിച്ച് സേനാപതികളാക്കി. ദാവീദ് ഫിലിസ്ത്യരോട് ചേർന്ന് സാവൂളിനെതിരെ യുദ്ധത്തിന് പോയപ്പോൾ മനാസെ ഗോത്രജരായ ചിലർ ദാവീദിന്റെ പക്ഷം ചേർന്നു. എന്നാൽ ദാവീദ് ഫിലിസ്ത്യരെ സഹായിച്ചില്ല. കാരണം ഫിലിസ്ത്യ പ്രമാണികൾ തമ്മിൽ ആലോചിച്ചതിനു ശേഷം അവൻ നമ്മുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് തന്റെ യജമാനായ സാവൂളിന്റെ പക്ഷം ചേർന്നേക്കും എന്ന് പറഞ്ഞ് അവനെ മടക്കി അയച്ചു. ദാവീദ് സിക്ലാഗിലെത്തിയപ്പോൾ മനാസെ ഗോത്രജരായ അദ്നായ, യോബാദ്, യദിയേൽ, മിഖായേൽ, യസോബാദ്, എലിയൂഹു, സില്ലേലാഥായ് എന്നീ സഹസ്രാധിപൻ അവനോട് ചേർന്നു. വീരപരാക്രമികളും സേനാനായകന്മാരുമായ അവർ കവർച്ചക്കാർക്കെതിരെ ദാവീദിനെ സഹായിച്ചു. ദാവീദിനെ സഹായിക്കാൻ ദിനംപ്രതി ആളുകൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവന്റെ സൈന്യം ദൈവത്തിന്റെ സൈന്യം പോലെ വലുതായി തീർന്നു. ദാവീദ് ഹെബ്രോണിലായിരുന്നപ്പോൾ കർത്താവിന്റെ കൽപ്പന പ്രകാരം സാവൂളിന്റെ രാജ്യം ദാവീദിന് നൽകാൻ വന്ന സേനാവിഭാഗങ്ങളുടെ കണക്ക്: യൂദാ ഗോത്രത്തിൽ നിന്ന് പരിചയവും കുന്തം കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവുമുള്ളവർ 6800. ശിമയോൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധവീരന്മാർ 7100. ലേവ്യരിൽ നിന്ന് 4100. അഹ്റോൻ വംശജരിൽ പ്രമുഖനായ യഹോയാദായുടെ കൂടെ 3700. പരാക്രമശാലിയും യുവാവുമായ സാദോക്കും അവന്റെ കുലത്തിൽ നിന്ന് 22 നായകന്മാരും. സാവൂളിന്റെ ചാർച്ചക്കാരും ബെഞ്ചമിൻ ഗോത്രജരുമായി 3000. അവരിൽ ഭൂരിഭാഗവും ഇതുവരെ സാവൂൾ കുടുംബത്തോടു കൂടെയായിരുന്നു. എഫ്രായിം ഗോത്രജരിൽ നിന്ന് പരാക്രമികളും തങ്ങളുടെ പിതൃഭവനങ്ങളിൽ പ്രഖ്യാതരുമായ 20,800 പേർ. മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ദാവീദിനെ രാജാവായി വാഴിക്കാൻ നിയുക്തരായവർ 18,000. ഇസ്സാഖർ ഗോത്രത്തിൽ നിന്ന് ജ്ഞാനികളും കാലാനുസൃതമായി ഇസ്രായേൽ എന്തു ചെയ്യണമെന്ന് അറിയുന്നവരും ആയ 200 നായകന്മാരും അവരുടെ കീഴിലുള്ള ചാർച്ചക്കാരും. സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് ആയുധധാരികളും ഏകാഗ്രതയോടെ ദാവീദിനെ സഹായിക്കാൻ സന്നദ്ധരും പരിചയമുള്ളവരായി 50,000. നഫ്താലി ഗോത്രത്തിൽ നിന്ന് 1000 നേതാക്കന്മാരും അവരോടുകൂടെ കുന്തവും പരിചയം ധരിച്ച 37,000 പേരും. ദാൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധസന്നദ്ധരായ 28,600 പേർ. ആഷേർ ഗോത്രത്തിൽ നിന്ന് പരിചയസമ്പന്നരും യുദ്ധസന്നദ്ധരുമായി 40,000. ജോർദാന്റെ മറുകരയിൽ നിന്ന് റൂബൻ, ഗാദ് ഗോത്രജരും മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്നുള്ള വരുമായി ആയുധധാരികളായി 1,20,000. യുദ്ധസന്നദ്ധരായ ഈ യോദ്ധാക്കൾ ദാവീദിനെ ഇസ്രായേൽ മുഴുവന്റെയും രാജാവാക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ ഹെബ്രോണിലേക്ക് വന്നു. ഇസ്രായേലിൽ അവശേഷിച്ചിരുന്നവരും ദാവീദിനെ രാജാവാക്കുന്നതിൽ ഏകാഭിപ്രായക്കാരായിരുന്നു. തങ്ങളുടെ സഹോദരന്മാർ ഒരുക്കിയ വിഭവങ്ങൾ ഭക്ഷിച്ചും പാനം ചെയ്തും അവർ 3 ദിവസം ദാവീദിനോട് കൂടെ താമസിച്ചു. സമീപസ്ഥരും ഇസ്സാഖർ, സെബുലൂൺ, നഫ്താലി എന്നീ ദൂരദേശത്ത് വസിക്കുന്നവരും കഴുത, ഒട്ടകം, കോവർ കഴുത, കാള ഇവയുടെ പുറത്ത് ധാരാളം ഭക്ഷണവസ്തുക്കൾ കൊണ്ടുവന്നു. അവർ അത്തിപ്പഴം, ഉണക്കമുന്തിരി, വീഞ്ഞ്, എണ്ണ, കാള, ആട് എന്നിവ കൊണ്ടു. ഇസ്രായേലിൽ എങ്ങും ആഹ്ലാദം അലതല്ലി.